രാജ്യത്ത് അനുഭവപ്പെടുന്ന കടുത്ത രാസവളക്ഷാമം വലിയ തോതിലുള്ള വിലക്കയറ്റവും കർഷകരെ ദുരിതത്തിലാക്കുന്നു. 2-3 വർഷത്തിനുള്ളിൽ രാസവളത്തിന്റെ വില 3 ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ കർഷകരുടെ നടുവൊടിക്കുന്ന വിധം രാസവളത്തിന്റെ ക്ഷാമവും വിലവർധനവും ഉണ്ടായിരിക്കുന്നത്. മഴ പെയ്താൽ വളപ്രയോഗം നടത്തേണ്ട സമയത്താണ് വളത്തിന്റെ ക്ഷാമവും വിലക്കയറ്റവും കർഷകരുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചിരിക്കുന്നത്. പൊട്ടാഷ്, ഫാക്ടം ബോസ്, അമോണിയം സൾഫേറ്റ്, NPK 16-16-16 മിശ്രിതം തുടങ്ങിയ വളങ്ങൾക്കാണ് പൊള്ളുന്ന വിലവർധനവുണ്ടായിരിക്കുന്നത്. 2 മാസം മുമ്പ് 1550 രൂപയുണ്ടായിരുന്ന പൊട്ടാഷിന് 2250 രൂപയായി വർദ്ധിച്ചു. 1425 രൂപയുണ്ടായിരുന്ന ഫാക്ടം ഫോസിന് 2200 രൂപയായി. 900 രൂപയായിരുന്ന അമോണിയം സൾഫേറ്റിന് 1400 വർദ്ധിച്ചു. NPK 16-16-16 1450 രൂപയിൽ നിന്ന് 2250 രൂപയിലെത്തി. യൂറിയയ്ക്ക് മാത്രമാണ് ഇപ്പോൾ വില കാര്യമായി വർദ്ധിക്കാതെ 267 രൂപയിൽ നിൽക്കുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വളത്തിന്റെ ഇറക്കുമതി കുറഞ്ഞതും കേന്ദ്ര സർക്കാർ രാസവളം കമ്പനികൾക്ക് നൽകുന്ന സബ്സിഡി വെട്ടിക്കുറച്ചതുമാണ് വില ഉയരാനുള്ള പ്രധാന കാരണമായി പറയുന്നത്. 3 വർഷത്തിനിടെ രാസവളങ്ങൾക്ക് തുടർച്ചയായി ഉണ്ടായ വിലവർധന കർഷകർക്ക് ഭാരിച്ച ബാധ്യതയാണ് വരുത്തിവെച്ചിട്ടുള്ളത്. വളത്തിന്റെ വിലവർധനവും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണവും നെൽകർഷകർ അടക്കമുള്ള കൃഷിക്കാരെ കാര്യമായി തന്നെ ബാധിക്കുന്നുവെന്നും മഴക്കാലം അടുത്തതോടെ വളത്തിന്റെ ലഭ്യതക്കുറവ് കാരണം പലയിടത്തും വളപ്രയോഗം മുടങ്ങുമെന്നും അസോസിയേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് സീഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി KR സദാനന്ദൻ പറഞ്ഞു. ഇപ്പോഴത്തെ ഈ യുദ്ധത്തിന്റെ പ്രതിസന്ധി കാരണം കൂടുതൽ സാധനങ്ങളൊന്നും ഇറക്കുമതി ചെയ്യാൻ കമ്പനികൾക്ക് സാധിക്കുന്നില്ല. പിന്നെ അതുകൂടാതെ ഇറക്കുമതിക്ക് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സബ്സിഡിയുള്ള ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ ഗവൺമെൻറ്റും സബ്സിഡിയും കുറച്ച് കൊണ്ടുവരാനുള്ള നീക്കങ്ങളുണ്ട്. കൃഷിക്കാർക്ക് ആവശ്യമുള്ള വളങ്ങൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് അവർ അതാത് കൃഷിഭവനിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ ആധാർ കാർഡും അവരുടെ മറ്റേ ടാക്സ് റെസീറ്റൊക്കെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം. എന്നിട്ടാണ് അവിടെ നിന്ന് പെർമിറ്റ് കൊടുക്കുന്നത്. ഓരോ കൃഷിക്കും ഇത്ര വീതം സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഓരോ കൃഷിക്കാരും അത് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇപ്പം നേരത്തെ എവിടെ നിന്നെങ്കിലും പോയൊക്കെ മേടിക്കായിരുന്നു. ഇപ്പോൾ അത് മാറി. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇപ്പോൾ പറയുന്നത് ഓർഗാനിക്കിനെ പ്രൊമോട്ട് ചെയ്യാനാണ് പറയുന്നത്. ഞങ്ങളോടൊക്കെ ഓർഗാനിക് പഴയ കൃഷി സമ്പ്രദായത്തിലേക്ക് വരണം എന്ന് പറയുന്നത്. പക്ഷേ അത് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചല്ല, കൃഷിക്കാരനെ സംബന്ധിച്ച് yield ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കായിട്ട് കൃഷി നിന്നു പോകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. രാസവളത്തിന്റെ ഉപയോഗം കുറച്ച് ജൈവവളം ഉപയോഗിക്കാനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ജൈവവള പ്രയോഗം കൊണ്ട് മാത്രം വിളവ് ലഭിക്കില്ലെന്നതിനാൽ കർഷകർ കൃഷി തന്നെ ഉപേക്ഷിക്കുമെന്നും ആവശ്യത്തിന് രാസവളം ലഭ്യമാക്കി കേരളത്തിലെ കാർഷിക മേഖലയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV തൃശൂർ.